ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ആൽമോസ് PC ചാനൽ. ഞാൻ ഇന്ന് ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് PSCയിൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും എല്ലാം പറഞ്ഞു പോകാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ നോട്ട്സായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ നോട്ട്സ് നോക്കി പഠിക്കാം. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വിശദീകരിച്ച് നോക്കാൻ വേണ്ടിയാണ് നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്, നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അതുപോലെ ആദ്യ ലോകകപ്പ് നടന്നത് ഉറുഗ്വേയിലാണ്. അതിൻ്റെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് അല്ല, വർഷം 1930. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? യോഗ്യതാ മത്സരങ്ങളില്ലാതിരുന്ന ഒരേ ഒരു ലോകകപ്പായിരുന്നു എന്തെന്ന് പറയുന്നത് ഇത്. 13 രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ ആദ്യത്തെ ലോകകപ്പിൽ ഉറുഗ്വേയാണ് ചാമ്പ്യന്മാർ. ഇപ്പോഴാണെങ്കിലോ ചാമ്പ്യന്മാർ. അതുപോലെ തന്നെ അന്നത്തെ ആ ടൂർണമെൻറ്റിൽ ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ഉറുഗ്വേ വിജയിച്ചു. ആരെ തോൽപ്പിച്ചു? അർജൻറ്റീനയാണ് തോൽപ്പിച്ചത്. ഇനി അടുത്ത പോയിന്റ്, 2026 48 ടീമുകളാണ് മത്സരിക്കുന്നത്. പിന്നെയോ ലോകകപ്പ് ചരിത്രത്തിൽ 2 തരം ട്രോഫികളാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഷൂൾ ട്രീമേ ട്രോഫിയും 2 ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയും. പിന്നെ ഞാൻ അടുത്ത പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നത്, ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ 8 രാജ്യങ്ങൾ മാത്രമാണ് കിരീടം ചൂടിയിട്ടുള്ളത്. അത് ഓർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓർഡറായിട്ടല്ല, അത്രയും രാജ്യങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിരുത്തി വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയാണ്. പേര് പഠിക്കാൻ പാടാണ്, എങ്കിലും ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. 4 ലോകകപ്പുകളിലായി 16 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, 2022 ലോകകപ്പ് നേടിയത് ആരാന്ന് എല്ലാവർക്കും അറിയാം. അർജൻറ്റീനയാണ്. ഖത്തറിൽ വെച്ചാണ് നടന്നത്. 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ 1 പകരം 3 അമേരിക്കൻ, കാനഡ, മെക്സിക്കോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഓരോ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തിന് ഓരോ ചിഹ്നം വെച്ച് 3 ചിഹ്നങ്ങളാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ആ 3 ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? മേപ്പിൾ, സായു, ക്ലച്ച്. ഇനിയുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഏതൊക്കെ രാജ്യത്തിൻ്റേതാണെന്ന്.